അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, അശ്ശൈത്വാനു അദുവ്വുൻ ലക്കും ഫത്തഖിദൂഹു അദുവ്വ. ഷെയ്ത്താൻ നിങ്ങളെ തുറന്ന ശത്രുവായിട്ടിക്കട, അവൻ്റെ ശത്രുവായിട്ട് നിങ്ങൾ കാണുന്നു. എന്നിട്ട് അല്ലാഹു ചൊല്ല, ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂന മിൻ അസ്ഹാബിസ് സഈർ. ഷെയ്ത്താൻ എപ്പോഴും മനുഷ്യന്മാരെ വിളിച്ചുകൊണ്ടിരിക്കട. എന്തിക്ക് മനുഷ്യന്മാരെ നിരന്തരമായൊരു ഷെയ്ത്താൻ ദുർബോധനയാക്കട. എന്തിക്ക് ലിയകൂന മിൻ അസ്ഹാബിസ് സഈർ, അങ്ങ് ആളിക്കത്രതായ നരകത്തെ ആൾമാറാവുവാനായിട്ട്. അപ്പോൾ ഷെയ്ത്താൻ്റെ പണിയായിട്ട് മനുഷ്യന്മാരെ നരകത്തിലേക്ക് കൊണ്ടുപോകണം. പണ്ട് മുതൽ ഇன்று വരെ ഇന്ന് ഖിയാമത്ത് നാൾ തോറും ഷെയ്ത്താൻ ഈ പണിയെടുത്തോണ്ടേക്കട. അത് കേൾക്കടെ ഷെയ്ത്താൻ കണ്ടുപിടിച്ച രണ്ട് മാർഗമുണ്ട്. ഒന്ന്, ഷെയ്ത്താൻ മനുഷ്യന്മാരെ നല്ലത് ആക്കാത്ത പോലെ തടയിടാം. പിന്നൊന്ന് ബെടക്കാക്കവും പ്രേരേപ്പിക്കണം. ഇതായിരിക്കും ഷെയ്ത്താൻ്റെ രണ്ട് മാർഗം. ഈ നല്ലത് ആക്കാത്ത പോലെ തടയിട എന്നില്ലേ, അതിൽ രണ്ട് നിലക്ക് ഷെയ്ത്താൻ്റെ ടെക്നിക്കുണ്ട്. ഒന്ന്, മനുഷ്യരെ മനസ്സിൽ ആലസ്യം ഇട്ട് കൊടുക്കണം. ആലസ്യം ചെയ്യുന്നെങ്കിൽ ജഡ എന്താക്കോ വേണ്ട, നിസ്കരിക്കടെ വേണ്ട, നോമ്പെടുക്കടെ വേണ്ട, ഖുർആൻ ഓതരെ വേണ്ട, ഇങ്ങനെ സദഖ കൊടുക്കടെ വേണ്ട, ഇങ്ങനെ മനുഷ്യരുടെ മനസ്സിൽ ആലസ്യത്തന, ലേസിനെസ്. പിന്നൊന്ന്, മനുഷ്യരെ നല്ലത് ആക്കാത്ത പോലെ തടയും ഷെയ്ത്താൻ കണ്ടുപിടിച്ച് രണ്ടാമത്തെ മാർഗമായിട്ടേക്കിട്ട് മനുഷ്യരെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. അഥവാ അവനെ മുക്കാകണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഷെയ്ത്താൻ യാറ പണിയൊന്നുമില്ല, ഒരു മനുഷ്യരെ വിളക്കാക്കും. മുക്കാകണ്ടായെങ്കിൽ അങ്ങനെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടേക്കിട്ട് എന്തൊരു നല്ലതും അങ്ങ് ആക്കോ ആക്കോ അങ്ങ് മനസ്സുണ്ട്, പക്ഷേ അത് തീരാ ചൊല്ലൊരു മനസ്സിൽ വായുണ്ട്. അത് വേണ്ട, അത് നല്ലല്ല, അതിൽ ഖുർആനിലില്ല, അത് ഹദീസിലില്ല. ഇങ്ങനെ മനുഷ്യ എല്ലാ നിലക്കും നല്ലതാക്കോ തീർത്തും അതാക്കാണ്ടതേക്കിടത്. അത് ഷെയ്ത്താന് വലിയ പ്ലസ്സായിട്ടിക്കിട്. ഒരു മനുഷ്യ മുക്കാകണ്ട അവിടെ ചെന്നെങ്കിൽ ഷെയ്ത്താന് വലിയ പ്ലസ്. പിന്നെ അതുകൊണ്ടിട്ട് യാറ ഷെയ്ത്താന് ഉരുട ആവശ്യം പണ്ടില്ല ചെന്നെങ്കിൽ മുക്കാകണ്ട ചെന്നെങ്കിൽ എല്ലാ നല്ലതിരെ മുടക്കടെ, നല്ലതിരെ ഇല്ലാണ്ടാക്കടെ ഒരു കൗമായിട്ടിക്കിടും. അപ്പോൾ ആ വിഷയത്തിൽ വലിയ ജാഗ്രത ആക്കും. ബിദ്അത്ത് ചൊല്ലത് വലിയൊരു പിന്നെ ഷർറായിരിക്കണം മനുഷ്യവും. എല്ലാ നല്ലതിരെ തൊട്ട് മുടക്കാക്കിടും. നിങ്ങൾ നോക്കൊരു ഇപ്പം ഞങ്ങളെ മീലാദ് നടന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, റബീഉൽ അവ്വൽ വരുമ്പോൾ മുഅ്മിനീങ്ങളെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ട് ഒരുപാട് സൽക്കർമ്മ ചെയ്യുകയുള്ളതായ അവകാശമായിട്ടിക്കിടും. ഈ മൗലിദും മീലാദിലുള്ള എന്തിനെ നടക്കടേ. നിങ്ങൾ നോക്കറു, പ്രധാനപ്പെട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലലായിട്ടിക്കിടും അല്ലേ. എത്ര കോട്ടി സ്വലാത്തായിരിക്കരുത് ഈ ഒരു റബീഉൽ അവ്വൽ മുഅ്മിനീങ്ങൾ ചൊന്നിട്ടുള്ളേ. ഒരു മജ്ലിസിലായിട്ടും അല്ലാതെ ആയിട്ടും എത്ര സ്വലാത്ത് ചൊല്ലാറ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാറ്. എത്ര മദ്ഹായിട്ടിക്കിടും നബി തങ്ങളെ മുഅ്മിനീങ്ങൾ ചെയ്തിട്ടുള്ളേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊല്ലുകയെങ്കിൽ അള്ളാഹു വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പോൾ സ്വലാത്ത് ചൊല്ലലും അള്ളാഹുടെ കൽപ്പന, മദ്ഹ് ചൊല്ലലും അള്ളാഹു ഇഷ്ടമുള്ള കാര്യമാണ്. തീർന്നില്ല. ഒരു മൗലിദിന് മജ്ലിസ് സംഘടിപ്പിച്ചാൽ പിന്നെ ആ മജ്ലിസ് അനുബന്ധിച്ചിട്ട് അതാ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു, ബായി മദറാക്കിത്ത്. എത്ര വലിയ വിഷയമായിട്ട് ഒരു മുഅ്മിനായ മനുഷ്യരെ ബായി മദറാക്കുന്നത്, ഒരു മുഅ്മിനായ മനുഷ്യരെ ബയത്തുക്ക് ചോറ് കൊടുക്കുന്നത്. അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏത് കേട്ടപ്പോൾ ഇത്ആമു ത്വആം, നീ ഭക്ഷണം കൊടുക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ പിന്നെ എത്ര വലിയൊരു വിഷയമായിട്ട് ഒരു മുഅ്മിനായ മനുഷ്യരെ ബായി മദറാക്കിയെങ്കിൽ അള്ളാഹു അവൻ്റെ ബായി എന്നാൽ ആഖിറത്തിൽ മദറാക്കുകൊണ്ട് ഹദീസിലുണ്ട്. ഇങ്ങനെ പിന്നെ മനുഷ്യരെ ബയർ നിറക്കുന്നതും അതനുബന്ധിച്ചിട്ട് ആ മൗലിദ് ഓതിയെ ഉസ്താദുമാർക്ക് നല്ലൊരു ഹദിയ കൊടുക്കുന്നത് എത്ര ഒരു വലിയ വിഷയം അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നെ മൗലിദ് ഗുണഗാനാക്കിയപ്പോൾ സ്വയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പിന്നെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു തൻ്റെ ഷാലെടുത്തിട്ട് ഭയപാടിയിട്ട് സന്മാനാക്കിയിട്ടുണ്ട്. അവർ നബി തങ്ങളെ പിന്നെ മദ്ഹാക്കിയെങ്കിൽ അങ്ങനെ ഒരു സന്മാനാക്കുന്നത്, അങ്ങ് എന്തെങ്കിലും ഹദിയ കൊടുക്കുന്നത് എത്ര വലിയൊരു കൂലി നബി തങ്ങൾ കാണിച്ചു തന്ന ഒരു വിഷയമായിട്ട് കിട്ടും. എന്ന് മാത്രമല്ല
ആ ഒരു മൗലിദിലെ മജ്ലിസ് സംഘടിപ്പിക്കുമ്പോൾ ഓരോരോ ഔത്രങ്ങ പിന്നെ ഉസ്താദുമാർ മാത്രം ഇരിക്കലല്ലേ, കുടുംബത്തെ അങ്ങനെ വെച്ചിട്ട് ഒരുമിച്ച് കൂട്ടാറ്. അപ്പോൾ അവിടെ കുടുംബ ബന്ധം ഉണ്ടായിട്ട് ഇങ്ങനെ എല്ലാ നിലക്കും ഹൈറുകളെ കൊണ്ടൊന്നും അറിഞ്ഞ ഒരു കാര്യമായിട്ടേക്കടി ഈ മൗലിദുകളുടെ. പക്ഷേ പറ്റാതെ ഇല്ലാണ്ടാക്കോ ശമിച്ചിട്ടുള്ളത് ആരായിരിക്കും ഇതിൻ്റെ പേരൊത്തുള്ളേ? സംശയമില്ല ഇതിൻ്റെ പേരൊത്തുള്ള ഇബ്ലീസുകൾക്ക്, ഒരു സംശയമില്ല. അപ്പോൾ ചെമ്മ ആൾമാർ, നല്ല മനസ്സുള്ള എല്ലാ നിലക്കും കഴിവുള്ള ആൾമാരെ അത് വേണ്ടാണ്ട് അതിൽ ദൂരത്താക്കണം നമുക്ക് കാണുമ്പോൾ ഭാരി ബേജാറാവും. വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് ഒട്ടും എതിരില്ലാത്തവർ ഏറ്റവും നല്ലതായ കാര്യം എവിടത്തോളം ചൊന്നെങ്കിൽ ഈ വിഷയത്തിൽ പിന്നെ ഇബ്നു തീമിയ ചൊന്നെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാമിൽ അറിയപ്പെട്ട മുക്കാകണ്ടരങ്ങ വലിയ ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതൻ. അയാളിട്ട് കേട്ടാറ് ഇങ്ങനെ മൗലിദാക്കുന്നതും അതുക്ക് വേനായിട്ട് ഒരു മജ്ലിസെല്ലാം സംഘടിപ്പിക്കണമെങ്കിൽ അയാൾ ചെന്ന് ലഹു അജ്റുൻ അലീം, അതുക്ക് വലിയ കൂലുണ്ടല്ലേ, അതിനല്ലേ ഹുസ്നി കസ്തിഹി, അങ്ങനെ നീയത്ത് നല്ലതല്ലേ, നബി തങ്ങളെ ബഹുമാനിച്ചിട്ടല്ലേ അങ്ങനെ ആക്കടെ വലിയ കൂലിൻ്റെ. സാക്ഷാൽ ഇബ്നു തീമിയ പോലും തൻ്റെ കിതാബിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ അത് സ്വന്തം നേതാവിടെ പോലും അംഗീകരിക്കുകയും ഈ മുക്കാകണ്ടങ്ങ റെഡിയില്ല ചെന്നെങ്കിൽ ഇങ്ങനത്തെ വലിയ ഹതഭാഗ്യന്മാർ ആറുള്ളാറുണ്ട് ഞങ്ങൾ കേൾക്കണം. അതുകൊണ്ടും ദയമായിട്ട് ഈ ഷെയ്ത്താൻ്റെ സൈനികന്മാരായിട്ട് റബിയുൽ അവ്വലിൽ കുറേ മുക്കാകണ്ടങ്ങ ഇറങ്ങിയിട്ടിക്കിടാറ്. അങ്ങനെ തലയിൽ ഭയങ്കര ബിദ്അത്ത് നിറഞ്ഞിട്ട് അത് മനുഷ്യന്മാരെ നിരന്തരമായിട്ട് പേരേപ്പിക്കുക കാരണമാവും. അങ്ങനെ മൂർച്ചയുള്ള നാവൽ പലതും പോയിൻറ്റുമായിട്ട് ബണ്ടാറ്. ഇതെല്ലാം ഇസ്രാഫല്ലേ, നാളെ പള്ളി ഞങ്ങൾ ചില ചന്താക്കി നിമിത്തങ്ങളെ പിരിസപിച്ചിട്ട് ഞങ്ങൾ ചന്താക്കടെ. പിന്നെ ഭൂമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച ആ സന്ദർഭത്തിൽ ഇനി പിന്നെ സ്വർഗ്ഗലോകമേ അള്ളാഹു പിന്നെയും കൂടി ഒരു അല്ലെങ്കിൽ സ്വർഗ്ഗലോക ചന്ത അതിനാണ്ടിപ്പാണ് ഡെക്കറേഷൻ ആക്കിയിട്ടുള്ള നമുക്ക് ചരിത്ര കിതാബിൽ കാണും. നിങ്ങളങ്ങനെ പലയിടത്തിൽ ചന്താക്കിയപ്പോൾ, നിങ്ങളെ മദ്രസത്തിൽ ചന്താക്കിയപ്പോൾ അത് വേസ്റ്റ് ചെന്നിട്ട് ചില ഈ മൂർച്ച നാവൽ കൊണ്ടു തിവിയുടേതായ ചില വിധത്തിൽ ആൾമാരെ കാണും സാധ്യത. അങ്ങനെ തൊട്ട് ഞങ്ങൾ ജാഗ്രത ആക്കണം. അങ്ങനെ ചങ്ങായിപ്പാടത്തിൽ ദൂരത്താക്കണം നല്ലേ. കാരണം ഞങ്ങളുടെ നിരന്തരമായ സമ്പർക്കം വയ്ക്കുമ്പോൾ അങ്ങനെ ആ വൈറസ് ഞങ്ങൾക്ക് ബറവോ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ മുട്ട പോകുമ്പോൾ മാസ്ക് ഇട്ട് പോകേണ്ട ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ ഉള്ളേ. അതുകൊണ്ട് ഭാരി ജാഗ്രത ആക്കണോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ളതായ മുക്കാകണ്ട ഷർറ് തൊട്ട് അള്ളാഹു നാളെ കാക്കട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് നല്ലത് ആക്കുകയും നാളെ സ്വാലിഹിങ്ങ നാളെ പാരമ്പര്യമുള്ള ഈ ദീനിൽ എങ്ങനെ ഞങ്ങൾ ഇത്രത്തോളം ഫോളോ ആക്കിയ ബന്ധമോ അതേ നിലയ്ക്ക് ഫോളോ ആക്കിയിട്ട് എങ്ങനെ നാളെ സ്വാലിഹിങ്ങ മുൻഗാമിങ്ങ ഈമാനോട് കൂടെ ജീവിച്ച് ഇസ്ലാമികത്തിലായിട്ട് ജീവിച്ചിട്ട് ഈമാനോട് കൂടെ നാളെ കണ്ണതിൽ കെലിമ ചെന്നിട്ട് പിന്നെ മൗത്തായറ അതുപോലെ ഞങ്ങൾക്കും അതേ ഒരു മൗത്ത് ഞങ്ങൾക്ക് അള്ളാഹു തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.